ഗൈസ്, ഞാൻ ഇന്നൊരു വലിയ റിസ്ക് എടുത്തിട്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയിട്ടൊരു ആട്ടുകാൽക്കിഴങ്ങ് കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടതല്ലേ, നല്ല പച്ച കളറിൽ. അത് വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ. എന്നാൽ ഈ സാധനം ഉണ്ടാക്കാൻ എനിക്കറിയാവോ? ഇല്ല. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് എല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്ത് അവർ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടു. ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ചെണ്ണം ഞാനും ആഡ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ടാക്കി അതെല്ലാം കൂടെ കൊണ്ടുപോയി അങ്ങോട്ട് ചതച്ച്, പിന്നെ ഈ സൂപ്പ് ഉണ്ടാക്കാൻ നേരത്ത് കുറേ നേരം വെള്ളത്തിലിട്ട് വറ്റിച്ച് ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, നമുക്കതിന് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് ഈ സാധനങ്ങളെല്ലാം ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതങ്ങോട്ടേക്ക് അടച്ച് വെച്ച് ഒരു 3-4 വിസിലടിച്ച് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിൻ്റെ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണ്ടേ. എന്നിട്ട് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ചൂടാക്കി അതിൻ്റെ വിസിലും മാറ്റിയിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല ആവി പറക്കുന്ന നല്ല ജ്യൂസ്. പിന്നെ ഈ കഷ്ണം എല്ലാം കൂടെ തിന്നുന്ന ബുദ്ധിമുട്ട് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തങ്ങോട്ട് അരിച്ച് ആ കഷ്ണത്തിനെല്ലാം മാറ്റി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഞെക്കി അതിൻ്റെ അകത്ത് സത്ത് മൊത്തം ഞാൻ ഊറ്റിയെടുത്ത് ഗൈസ്. മല്ലിയിലയുടെ കടുത്ത വിരോധിയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അത് വാടി തളർന്നങ്ങ് കരിഞ്ഞ് കിടക്കുന്നു. പിന്നെ അതിനെ എടുത്ത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അതിന് ജീവൻ വെപ്പിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർക്കുന്നത്. എന്നിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ മോളെ സമീപിച്ചപ്പോൾ എൻ്റെ അവസ്ഥയത്. അതെ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം ചോദിച്ച് വന്നപ്പോഴത്തേനും അമ്മയുടെ മേക്കപ്പ് ശരിയായില്ല, അമ്മയുടെ ഫേസ് ശരിയായില്ല, അമ്മ ഉറങ്ങിയത് കൊണ്ടിട്ട് മൊത്തത്തിൽ ശരിയായില്ല, ആ സൈഡിൽ നല്ല ഈ സൈഡിൽ ഇങ്ങോട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കണ്ണ് എഴുതി തന്നെ, കണ്ണ് എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ ഒരു വാല്, ഇപ്പറേ ഒരു വാല്, അതേമാതിരി ഇപ്പുറത്തെ സൈഡിൽ സ്റ്റൈല്. പിന്നെ പിള്ളേർ ഇടുന്ന പോലെയാണല്ലോ അമ്മമാരിടുന്നത്. ഇത് സ്റ്റൈലാണ്. ആകെ 4-3-7 മുടിയുണ്ട്, അതിൻ്റെ അകത്ത് കയറി ഇന്ന് അഭ്യാസം കാണിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ മുടിയെല്ലാം പറിച്ചെടുക്കും ഈ കൊച്ച്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഈ സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ 2 പേർക്കും വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് മോളുടെ ഒരു ഭീഷണിയും, അമ്മ ഇത് ഫുള്ളായിട്ട് കുടിക്കണമെന്ന്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് എൻ്റെ തലമണ്ടയിൽ തന്നെ ആദ്യം കുരുമുളക് മൊത്തം കയറിപ്പോയി. പിന്നെ കുറച്ച് നേരം ചുമച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയി. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റ് കയറി നിൽക്കുന്ന പോലെ, നമ്മൾ രസം ഉണ്ടാക്കുമ്പം പലതരത്തിലുള്ള രസം നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതേമാതിരി ഒരു ടേസ്റ്റ്. പിന്നെ ആ ആട്ടുകാൽക്കിഴങ്ങുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു കയ്പ്പ്, ഭയങ്കര കയ്പ്പല്ല, ചെറിയൊരു കയ്പ്പ്. പക്ഷെ ഭയങ്കര ഔഷധ ഗുണമുള്ളതെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് കഷ്ടപ്പെട്ടിരുന്ന് നിന്ന് കുടിക്കേണ്ടി വരും. പക്ഷേ ഇത്തിരി എരിവുണ്ട് കേട്ടോ, കുരുമുളക് പൊടി ഇട്ടാൽ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.